ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ മുട്ട പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്കതിലേക്ക് 7 അല്ലി വെളുത്തുള്ളിയും ചെറിയ 2 കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പുതിനയില ഇല്ല, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് കാഷ്യൂവിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശകലം ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇച്ചിരി കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് വലിയൊരു സവാള അരിഞ്ഞെടുത്തതാണ് ചെറുതായിട്ട്. അതുകൂടെ നമുക്ക് നന്നായി ചേർത്ത് നിറക്കി കൊടുക്കാം. നമ്മുടെ സവാള മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളതിൽ പച്ചമുളക് അരച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ എരിവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. മസാലയുടെ എല്ലാം പച്ചമണം ഒന്ന് പോയിക്കിട്ടട്ടെ. നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മല്ലിയിലയും തക്കാളിയും മിശ്രിതം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. തിളച്ച എണ്ണയൊന്നാകട്ടെ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് മുട്ട അതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് റൗണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി അങ്ങനെ ഏകദേശം തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ശകലം കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ ഇല ഉണങ്ങിപ്പൊടിഞ്ഞത് അത് കൂടെ ഒന്ന് തീനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മുട്ട കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മസാലകളെല്ലാം ഈ മുട്ടയിൽ നന്നായിട്ട് പിടിക്കുക അകത്തൊക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ മുട്ട മുഴുവൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി അരപ്പുകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഉപ്പുണ്ടോയെന്ന് ഒന്ന് നോക്കണേ. എനിക്ക് ഉപ്പ് ഒരു എല്ലാം പാകത്തിനുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ഒരു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഒരു ശകലം നെയ്യ് കൂടെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്.